എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ഇപ്പോൾ ഹാബിൾഡിന്റെ കൂടെ കൂടിയും അതിനു മുമ്പും ഒക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, ഈ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണമെന്നും, ഫുഡാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ബ്ലഡ് ഷുഗറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നുമാണ്. നമ്മൾ കഴിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്, നമ്മൾ രാത്രി കഴിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. പക്ഷെ എപ്പോഴും എനിക്ക് ഒരു പ്രശ്നമുണ്ടാക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ ഡയബറ്റീസിന്റെ ഒരു സിഗ്നൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ എണീക്കുമ്പോൾ ഇച്ചിരി വളരെ വെളുപ്പിന് എണീറ്റാൽ അത്രയും കൂടത്തില്ല. ഞാൻ ഉണർന്നിട്ട് കട്ടിലിൽ ഇച്ചിരി നേരം കിടന്നിട്ടൊക്കെ എണീക്കുകയാണെങ്കിൽ അത് 150 മേളിലായിരുന്നു. ഇപ്പൊ ഈ 2 സെഷൻസ് ഓഫ് ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ അത് 140s അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡോൺ ഇഫക്റ്റ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പൊ ഈ ഡോൺ ഇഫക്റ്റ് എന്താണ്? ഡോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എണീറ്റ് ജോലിക്കൊക്കെ ആക്റ്റീവ് ആകാനായിട്ട് കുറെ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡോൺ ഇഫക്റ്റ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഹോർമോൺസിനെ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് എന്നാണ് അവര് പറയുന്നത്. ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ, counter regulatory hormones are a group of hormones that work against the insulin to maintain fuel supplies in the body, especially when fasting. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇന്നഫായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകണം. നമ്മൾ ഫാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, രാത്രി നമ്മൾ ഫാസ്റ്റ് ചെയ്യണം, അല്ലാത്തപ്പോഴും ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ആക്റ്റീവ് ആകും. രാവിലെ നമ്മൾ ഉണരാറാകുമ്പോൾ നമ്മൾ സ്ലീപ്പിൽ നിന്ന് വേക്കപ്പിലേക്ക് വരുമ്പോഴേക്കും ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ആക്റ്റീവ് ആകുകയും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഷുഗർ ഉണ്ട് എന്ന് അത് എൻഷുർ ചെയ്യുകയും ചെയ്യും. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനെ കൊണ്ട് കൂടുതൽ ഷുഗർ റിലീസ് ചെയ്യും. അപ്പോൾ ഇൻസുലിൻ അത് കൺട്രോൾ ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഇൻസുലിൻ അത് കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പൊ ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ആണ് നമുക്കിതിന് കോസ് ആകുന്നത്. അപ്പോൾ വേറെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്നിട്ട് എണീറ്റിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു കട്ടൻ കാപ്പി കുടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, പഞ്ചസാര ഇടാതെ. എന്നാലും എൻ്റെ ഷുഗർ ഒന്നും താഴത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കെഫീന് ഗ്ലൂക്കോസ് കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ കഫീൻ ഇതിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പോയി ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ആഹാരം നമ്മുടെ ശരീരം ഇൻസുലിനെ കൗണ്ടർ റെഗുലേറ്റ് ചെയ്യുന്ന മോഡിലിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണവും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സിംറ്റംസ് കൂടുതലായിട്ട് കാണുകയും നമ്മുടെ ഫുഡിൽ നിന്ന് വരുന്ന ഷുഗർ കൂടുതലായിട്ട് ഇരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കഫീൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാപ്പി അത്ര നല്ലതാണോ? കഫീൻ പല ഭക്ഷണങ്ങളിലുണ്ട്, നമ്മുടെ കോളായിലൊക്കെ ഉണ്ട്. അപ്പൊ കഫീൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്കിൽ നമ്മളുടെ ഹാബിൾഡിൽ പറഞ്ഞു കൊടുത്ത ഒരു കാപ്പിയുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ സൗരഭ് ബോത്ര പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, കാപ്പി ഇല്ലാത്ത കാപ്പി എന്ന് പറഞ്ഞ കാപ്പി. അപ്പൊ ആ കാപ്പി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ കാപ്പി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ചില ചെറിയ ഓപ്ഷൻസും പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയണം. ഈ കാപ്പിയെക്കുറിച്ചുള്ള ഈ റിസർച്ച് ഒന്നും അത്ര കൺക്ലൂസീവ് ആണെന്ന് പറയാനൊക്കത്തില്ല. കാപ്പി ഷോർട്ട് ടേമിൽ നമുക്ക് കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺ റിലീസ് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും, കാപ്പിക്കകത്തുള്ള ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഇൻ ദ ലോങ് ടേം എല്ലാവർക്കും, ഡയബറ്റീസുകാർക്കും ഗുണകരമാണെന്നും ഡയബറ്റീസ് വരാതിരിക്കാൻ സഹായിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 ഇൻഡസ്ട്രി ഉണ്ട്. ഒന്ന് ആംസ് ആൻഡ് ആർമമെന്റ്സ്, നമുക്ക് കാണാം ഈ യുദ്ധങ്ങളൊക്കെ അവരുണ്ടാക്കുന്നത്. അവരുടെ സാധനം വിൽക്കാൻ. 2 ഫാർമസ്യൂട്ടിക്കൽസ്, നമുക്ക് കാണാം പല തരത്തിലുള്ള
മരുന്നുകളും അതിൻ്റെ കൗണ്ടർ ഇഫക്ട്സും പിന്നെ ആ കമ്പനികൾ പുറത്തിറക്കുന്ന ഫുഡ്സ് എന്താ അതിന് പറയുന്നത്, നമുക്ക് ഹെൽത്ത് ഫുഡ്സും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഫുഡ് ഇൻഡസ്ട്രി നമ്മളോട് അത് നല്ലതാണ്, അത് തിന്നെ, ഇത് തിന്നെ, ഇതിനകത്ത് ഇത് ഡയബറ്റിസ് കുറയ്ക്കുന്ന വീറ്റ്, ഡയബറ്റിസ് കൂട്ടുന്ന വീറ്റ്, മസിൽ ബിൽഡ് ചെയ്യുന്ന വീറ്റ്, മസിൽ ബിൽഡ് ചെയ്യാത്ത വീറ്റ്, ലോ GI അരി, ലോ GI പയറ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എല്ലാം അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് വെയിറ്റ് ലോസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പല പാക്കറ്റ്സ്, ഷുഗർ വാച്ചേഴ്സ് ഫുഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ പല തരത്തിലുള്ള റിസർച്ചസ് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. മണി ഉള്ളവരുടെ അടുത്താണ് റിസർച്ച്. അപ്പൊ ആ റിസർച്ചേഴ്സ് ബയാസ് പലതിലും കാണും. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഡയബറ്റിസ് കാപ്പി ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പക്ഷേ ഈ ഡയബറ്റിസ് കാപ്പി നമുക്ക് കഫീൻ അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല, ഡയബറ്റിസ് കുറയ്ക്കുന്ന സാധനമായതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഗസ് ചെയ്ത് കാണും ഈ ഡയബറ്റിസ് കോഫി നമുക്ക് നല്ലതാണ് എന്നുള്ളതാണ്. ഈ ഡയബറ്റിസ് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കാം എന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും.